നേഷൻ ഫെസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളിയാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് PSC ആണ്. നീറ്റ് വിഷയത്തിന് ശേഷം എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, കേരളത്തിൽ ഇത്രയും വലിയൊരു പ്രതിഷേധം നടക്കുമ്പോൾ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു, സർക്കാർ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നീ ചോദ്യങ്ങളാണ്. അപ്പോൾ 2 മാസം അല്ലെങ്കിൽ 3 മാസം മാത്രം പ്രായമുള്ള ഒരു സർക്കാരിനെ എത്രത്തോളം ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയും എന്നുള്ളത് ഒരു ചോദ്യം തന്നെയല്ലേ? അത് ചോദിക്കേണ്ടത് CPM നേതാക്കളോടാണ്. കാരണം അവർ 10 വർഷക്കാലം ഭരിച്ചപ്പോൾ PSC റാങ്ക് ഹോൾഡേഴ്സിന് മുട്ടിലെഴേണ്ട ഗതികേടുണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ്. അവർ മുട്ടിലഴിഞ്ഞ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടാണ്. അവർ കഞ്ഞി വെച്ച് സമരം ചെയ്യുന്നത് നമ്മൾ കണ്ടാണ്. PSC റാങ്ക് ഹോൾഡേഴ്സിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഡൽഹിയിലെ നീറ്റ് പേപ്പർ ചോർച്ചയെ പറ്റിയൊക്കെ പറയുമ്പോൾ കേരളം എന്നല്ല രാജ്യം കണ്ടെത്തിയില്ലാത്ത തട്ടിപ്പാണ് LDFിൻ്റെ കാലത്തുണ്ടായത്. ഈ ശിവരഞ്ജിത്തിനെയും ഒക്കെ അങ്ങേക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, തിരുവനന്തപുരത്ത്. എൻ്റെ രസം എന്ന് പറയുന്നത് ഈ ശിവരഞ്ജിത്തും ഇവരും എല്ലാം കൂടെ ചേർന്ന് പരീക്ഷ എഴുതുന്നു. പോലീസ് പരീക്ഷയാണ്, ഈ പറയുന്ന CPO റാങ്ക് ലിസ്റ്റ് ആണ്. ആ റാങ്ക് ലിസ്റ്റിൽ 1ാം സ്ഥാനത്താണ്, കേരളത്തിൽ 1ാം സ്ഥാനത്താണ് ശിവരഞ്ജിത്ത് വരുന്നത്. അത് പിന്നീട് വിഷയമാകുന്നു. കാര്യം അയാളൊരു കത്തിക്കുത്ത് കേസിൽ പ്രതിയാവുന്നു. ഉടനെ അത് ചോദ്യം ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതി വരുന്ന ഹർജിയിൽ ഹൈക്കോടതി പറയുന്നു, ഒരു കാര്യം ചെയ്യൂ, സെയിം ക്വസ്റ്റ്യൻ പേപ്പർ, ഏത് 1ാം റാങ്ക് ഇയാൾക്ക് കിട്ടിയ അതേ ക്വസ്റ്റ്യൻ പേപ്പർ, വേറൊന്നുമല്ല, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് ഒന്നുകൂടെ പരീക്ഷ നടത്താൻ പറയുന്നു. ആ പരീക്ഷ അയാൾക്ക് കിട്ടിയ മാർക്ക് 0, ആന മൊട്ടയാണ് കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ 1ാം റാങ്ക് കിട്ടി 97% മാർക്ക് കരസ്ഥയാക്കിയ ആൾക്ക് 2 ആഴ്ച കഴിഞ്ഞ് അതേ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ചോദ്യം വരുമ്പോൾ 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണ്ട, 1 മാർക്ക്. ബാക്കിയെല്ലാം അൽസിമേഴ്സ് ആണെന്നൊക്കെ പറയാം. അപ്പോൾ CPM നേതാക്കൾക്ക് ശിവരഞ്ജിത്തിനെ പോലെ അൽസിമേഴ്സ് ബാധിച്ചിരിക്കുകയാണ്. അവരുടെ കാലത്താണ് PSC ഇത്രമാത്രം അഴിമതി ഉണ്ടായത്, ഇത്രമാത്രം പ്രതിസന്ധികൾ ഉണ്ടായത്. PSC ചെയർമാൻ അനാവശ്യമായി ഇൻ്റർവ്യൂവിൽ കടന്നു വരുന്നു. എന്നിട്ട് അയാൾക്കൊരു എക്സ്ട്രാ പവറുണ്ട്. അത് ഒരു കാലത്തും PSC ചെയർമാൻമാർ ഉപയോഗിക്കുന്നതല്ല. അതായത് ഇൻ്റർവ്യൂവിൽ 30% മാർക്ക് കൊടുക്കാൻ പറ്റും. എന്നാൽ PSC ചെയർമാൻ അവിടെ ഉണ്ടെങ്കിൽ, ഇൻ്റർവ്യൂ ബോർഡംഗമാണെങ്കിൽ അയാൾക്ക് 40% വരെ കൊടുക്കാം. അപ്പോൾ ഒരാളെ റാങ്ക് ലിസ്റ്റിൽ മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി PSC ചെയർമാൻ തൻ്റെ വീറ്റോ ഉപയോഗിക്കുകയാണ്. ഇതുവരെ സംസ്ഥാനത്ത് അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ PSC ചെയർമാൻ അനാവശ്യമായി അവിടെ കടന്നു കയറുന്നു. അപ്പം സമ്പൂർണ്ണമായ പ്രശ്നമാണുള്ളത്. ഇപ്പോൾ എനിക്ക് തമാശ തോന്നുന്നു, ഇപ്പം സഞ്ജീവും വസീഫും ഒക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. പക്ഷേ ഇവർ ഈ സമരവേദിയിലേക്ക് പോവുകയാണ്. ഏത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ PSC റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന സമരവേദിയിലേക്ക് സഞ്ജീവും ഈ പറയുന്ന വസീഫും പിന്നെ മറ്റൊരു പയ്യനുണ്ടല്ലോ SFIയുടെ നമ്മുടെ ഈ ശിവപ്രസാദ്, നീളത്തിലും കുറുക്കത്തിലും പ്രസംഗിക്കുന്ന, വരച്ച പോലെ പ്രസംഗിക്കുന്ന വ്യക്തി, നല്ല പ്രശ്നമാണ്, എടുക്കണം. പക്ഷേ പ്രസംഗിക്കുന്ന കാര്യങ്ങളോടൊരു ആത്മാർത്ഥത വേണം. അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ ആരുടെ കാലത്താണ് ഈ സമരത്തിന് ഉള്ള പ്രശ്നം ഉണ്ടായെന്ന് നോക്കണ്ടേ? അത് പിണറായി വിജയൻ്റെ കാലത്താണ്. എനിക്ക് തോന്നുന്നത് ഇവർക്കൊരു അവസരം കിട്ടിയാണ്. കാര്യം പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെ നേരിട്ട് തെറി പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഇവരെ പുറത്താക്കും, കുലംകുത്തി എന്ന് വിളിക്കും. അതെ, അതുകൊണ്ടായിരിക്കണമല്ലോ കഴിഞ്ഞ 10 വർഷം ഈ പറഞ്ഞ പ്രതിഷേധങ്ങൾക്കൊന്നും കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വരാതെ. അതെ, ഇപ്പൊ ഈ പറയുന്ന ശിവരഞ്ജിത്ത് ഈ വസീഫിന്റെ ഒക്കെ വീട്ടിലേക്ക് മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച വണ്ടി തിരിയും. അപ്പൊ അതൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ പിണറായി വിജയൻ ഗവൺമെന്റ് ഇന്നിട്ട് ആഞ്ഞും കുറുക്കിയും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കാര്യമാണ്. അത് വീണ്ടും ഇവർ വിളിച്ചു പറഞ്ഞത് SFI സമരം ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അപ്പോഴാണല്ലോ എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നത്, എന്തിന്റെ ബേസിലാണ് സമരം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ബ്രിട്ടാസും ശ്രീ റഹീമും ഒക്കെ ഡൽഹിയിൽ വലിയ രീതിയിൽ അവരുടെ ഇൻവോൾവ്മെന്റ് കാണിക്കുന്നത് കണ്ടു. നല്ല കാര്യമാണ്, അങ്ങനെയൊക്കെ സമരം ചെയ്യട്ടെ. പക്ഷേ അവർ കേരളത്തിലേക്കും കൂടെ വരണം. കേരളത്തിൽ അവരുടെ കാലത്തുണ്ടായിരുന്ന സമരങ്ങളെ പറ്റി, അവരുടെ കാലത്തുണ്ടായ PSC റാങ്ക് ഇഷ്യൂവിനെ പറ്റി അവർ സംസാരിക്കാൻ തയ്യാറാണ്. ഞങ്ങളുടെ സർക്കാരിൻ്റെ നിലപാട്, സർക്കാർ 60 ദിവസത്തിൽ കൂടുതലായിട്ടില്ല. സർക്കാരിന് എല്ലാ വിഷയങ്ങളും ഒറ്റയടിക്ക് പരിഹരിക്കാൻ പറ്റില്ലല്ലോ. ഞങ്ങളുടെ ഈ ഉംറ എന്ന് പറയുമ്പോൾ എല്ലാം റെഡിയാവുന്ന വടിയില്ലല്ലോ. അപ്പോൾ അതിന് അതിൻ്റേതായുള്ള സമയമെടുക്കും. പക്ഷേ PSC റാങ്ക് ഹോൾഡേഴ്സിനെ കേൾക്കും. അതുകൊണ്ടാണല്ലോ സർക്കാർ വന്ന് ഇരിക്കുന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ റാങ്ക് ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന എന്തിനാണ്? അതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പൊ അത് സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കും. അതെ, ഇപ്പോഴത്തെ പ്രധാന ചോദ്യം എന്ന് പറയുന്നത് 1ാം റാങ്കുകാർക്ക് പോലും ജോലി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചത്, എന്തിനാണ് ഈ പരീക്ഷ നടത്തിയത് എന്നുള്ള ചോദ്യമാണ്. ഇതിന് ശരിക്കും ഉത്തരം പറയേണ്ടത് മുൻ സർക്കാർ തന്നെയാണ്. തീർച്ചയായും മേഘ, ഇതെന്താ പറയുക, ഒന്ന് ഈ സർക്കാർ സർവീസുകളിലെല്ലാം ഈ താൽക്കാലികക്കാരെ കുത്തി നിറയ്ക്കലായിരുന്നു CPM ചെയ്തത്. എല്ലായിടത്തും ഇപ്പോൾ KSEBയിലാവട്ടെ KSRTCയിലാവട്ടെ ഇവർ കുത്തി നിറച്ചവരാരും ഇവർക്ക് കുത്തിയില്ല വോട്ട്. അതുകൊണ്ടാണ് ഇവർ തോറ്റുപോയത്. ഇവരെല്ലാം ഇവർക്കിട്ട് കുത്തും എന്ന് പറഞ്ഞാണ് ഇവർ കുത്തി നിറച്ചത്. KSRTCയിൽ KSEBയിലും ഒക്കെ സഹാക്കന്മാരുടെ ബഹളമാണ്. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, ഇത് പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടു. നമ്മുടെ കുട്ടികൾ, പഠിച്ച കുട്ടികൾ, SFI എന്ന് പറയുന്ന ബിരുദം അല്ലാത്ത യഥാർത്ഥ ബിരുദം ഉണ്ടല്ലോ, BCom MCom ഒക്കെ ഉള്ള ആ കളറല്ലാത്ത വ്യാജനല്ലാത്ത, ആ വ്യാജനല്ലാത്ത ഉള്ളവര് കഷ്ടപ്പെടുകയാണ്.
അപ്പോൾ അവർക്ക് ഈ പറയുന്ന ഇത് കിട്ടുന്നില്ല. അപ്പം ഈ സർക്കാരിനെ സംബന്ധിച്ച് ഈ അനാവശ്യമായ താൽക്കാലിക നിയമനങ്ങൾ അത് പിരിച്ചുവിടുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അവിടേക്ക് PSC മുഖേന അല്ലെങ്കിൽ നമ്മുടെ സെൻട്രലൈസ്ഡ് സംവിധാനങ്ങൾ മുഖേന ആരെയൊക്കെ പ്രവേശിപ്പിക്കാൻ കഴിയുമോ അത് ചെയ്യുക എന്നുള്ളതാണ് നിലപാട്. അതെ, ഇതുപോലുള്ള ഈ താൽക്കാലിക നിയമനങ്ങൾ റദ്ദാക്കിയ ഒരു ഘട്ടം ഉണ്ടായപ്പോഴും മുൻ സർക്കാരിന്റെ കാലത്ത് ജോലി കൊടുത്തവരെ പിരിച്ചുവിടുന്നു, പല ഡിപ്പാർട്ട്മെന്റുകളും അടച്ചുപൂട്ടുന്നു, അങ്ങനെ പല നറേറ്റീവുകളും കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റ വരിയിടുകയാണോ എന്നായിരുന്നു സഹാക്കന്മാര് ചോദിച്ചത്. കാര്യം അവർക്ക് ഈ ഞാൻ അത്ഭുതകരമായ ഒരു കാര്യം, ഇപ്പോൾ KSEBിൽ ഒരാളെ 800 രൂപ ദിവസവേതനത്തിന് ഇവർ കയറ്റുന്നു, 110 രൂപ പാർട്ടിക്ക് ലെവി കൊടുക്കണം പെർ ഡേ. അതായത് ഇത് പാർട്ടിക്കും കൂടെ ഒരു ധനാഗമന മാർഗമാണ്. ഇവർ താൽക്കാലിക നിയമനത്തിൽ കയറ്റി എല്ലാവരുടെയും കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്, ഇപ്പോഴും മേടിച്ചുകൊണ്ടിരിപ്പുണ്ട്. ആദ്യം കൊടുക്കുന്ന ലംസം എമൗണ്ട് അല്ല ഞാൻ പറയുന്നത്, ഓരോ ദിവസത്തെ ഇതിൽ നിന്നും ഇത്ര % പാർട്ടി ലെവി മേടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നേരിട്ടറിയാം, എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള സഹാക്കന്മാരുണ്ട്. അപ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് അവരുടെ ധനാഗമന മാർഗവും കൂടി ഇൻകം കമ്മിങ് വേയും കൂടെ അടയ്ക്കപ്പെടുകയാണ്. അതിൻ്റെ ബുദ്ധിമുട്ട് അവർക്കുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇവിടെ UDFകാരെ തിരികെ കയറ്റാനില്ല, ഞങ്ങൾ കോൺഗ്രസ്സുകാരെ തിരികെ കയറ്റാനില്ല. ഇതിനൊരു സെൻട്രലൈസ്ഡ് സംവിധാനം ഉണ്ടാവണം, അതുമായി മുമ്പോട്ട് പോകും, യാതൊരു സംശയമില്ല. അതെ, പക്ഷെ ഇത് എത്രത്തോളം ഈ പറഞ്ഞ മുൻകാല പ്രാബല്യത്തോടെ ഇത് എത്രത്തോളം സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദ്യമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പ്രതിഷേധത്തിലിരിക്കുന്ന LP ടീച്ചേഴ്സിന്റെ കാര്യമാണെങ്കിലും അത് എത്രത്തോളം സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇപ്പോൾ മുന്നോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ പറഞ്ഞ ക്രമക്കേടുകൾ നടക്കാതിരിക്കാൻ ശ്രമിക്കാമെന്ന് നമുക്ക് പറയാം, പക്ഷെ പിന്നോട്ടുള്ള കാര്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കില്ലേ? അവിടെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും മന്ത്രിയും കൂടെ ആയിട്ടുള്ള ശ്രീ OJ ജനീഷ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരീക്ഷകളെല്ലാം തന്നെ റദ്ദ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത്. അതിന്റെ പേരിൽ ജോലി കയറിയിട്ടുള്ളവരെ റിവ്യൂ ചെയ്യണം, അത് ശരിയാണോ, അവർ കയറിയിരിക്കുന്ന മാനദണ്ഡം കറക്റ്റ് ആണോ എന്ന് ഒരു റിവ്യൂ ഉണ്ടാവണം. അത് വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ പോയേക്കാം ചിലപ്പോൾ. കാര്യം ജോലി കയറി അവർ ഏത് വഴിയിലാണെങ്കിലും ജോലി കയറി ജോലി തുടങ്ങിയ ശേഷമാണ് സർക്കാർ പിന്നെ അവരെ തിരിച്ചു വിളിക്കാൻ പോകുന്നത്. പക്ഷെ അത്തരത്തിലുള്ള കർക്കശമുള്ള നിലപാട് എടുക്കേണ്ടി വരും. അത് എടുത്താലല്ലേ അങ്ങ് പറഞ്ഞതുപോലെ ഈ പറയുന്ന മുൻകാല പ്രാബല്യത്തോടെ നമുക്ക് ഈ വിഷയത്തെ പരിഗണിക്കാൻ പറ്റും. അപ്പോൾ CPM ഉറപ്പായിട്ടും തെരുവിൽ സമരത്തിന് വേണ്ടി ഇറങ്ങും, അറിയാലോ അവരുടെ മെയിൻ പരിപാടിയാണ്. അപ്പോൾ അവരതിനിറങ്ങും. പക്ഷെ എന്നാലും സർക്കാരിനെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞൊരു വിഷയം സർക്കാരിന്റെ മുമ്പിലുണ്ട്. ഇത് മുൻകാല പ്രാബല്യത്തോടെ നമുക്ക് ഈ പരിപാടി അടച്ചുപൂട്ടണം. ഈ പിൻവാതിൽ പരിപാടി പൂർണ്ണമായി അടച്ചുപൂട്ടി അവിടെ ചാന്തിട്ട് തേച്ച് വൃത്തിയാക്കി ആരും കിടക്കാത്ത രീതിയിലാക്കണം. പക്ഷേ ചെറിയ കളിയല്ല ശാരി എന്ന് പറയുന്ന പോലെയാണ്, ഇത് ചെറിയ പരിപാടിയല്ല, വലിയ വൈഡർ ക്യാൻവാസിൽ ഒരു ലാർജ് സ്കെയിലിൽ ചെയ്യേണ്ടി വരുന്ന സെറ്റപ്പാണ്. ഇപ്പോൾ ഒരു 10ഓ 15ഓ കേസുകളാണ് നമുക്കിപ്പോൾ അറിയാവുന്നതെങ്കിൽ 40ഓ 50ഓ 500ഓ 100ഓ ഒക്കെ കേസുകൾ ഇതുപോലെ ഉണ്ടാകുമായിരിക്കാം. തീർച്ചയായും ഇതെല്ലാം റൂൾ ഔട്ട് ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്തുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണ്. തീർച്ചയായും അതുകൊണ്ടാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ പരാതി ഉയർന്നു വന്നിരിക്കുന്ന പരീക്ഷകളിൽ തന്നെ ഏതാണ്ട് 500-600 അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം അതെങ്കിലും റിവ്യൂ ചെയ്യപ്പെടണം. അതായത് അവർ യോഗ്യത പൂർണ്ണമാണോ അവർ ജോലി പ്രവേശിച്ചത്, അവരുടെ മാനദണ്ഡങ്ങൾ കറക്റ്റ് ആണോ, അവർക്ക് മറ്റുള്ള ഇന്റർവ്യൂവേഴ്സിനേക്കാളും യോഗ്യത ഉണ്ടായിരുന്നോ അവിടെ പങ്കെടുത്തവരെക്കാട്ടിലും എന്നുള്ളത് ഒന്നുകൂടെ റിവ്യൂ ചെയ്യണം എന്നാണ് സർക്കാരിന്റെ നിലപാട്. അതെ, അപ്പൊ അതുപോലെ തന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ എലിജിബിൾ ആയിരുന്ന യോഗ്യത ഉണ്ടായിരുന്നവർ കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ പറഞ്ഞ അവസരം നഷ്ടപ്പെടരുത് എന്നതും കൂടി ഒരു അജണ്ട തന്നെ ആയിരിക്കും. അല്ല, അത് ഉറപ്പാണ്. പക്ഷെ എന്താണെന്നറിയോ, ഇപ്പൊ ശിവരഞ്ജിത്താണ് വരുന്നതെങ്കിൽ കഴിഞ്ഞ ദിവസം 100 മാർക്ക് കിട്ടിയാൽ ഇപ്പോ 0 കിട്ടത്തുള്ളൂ. അപ്പൊ ഇന്റർവ്യൂവിൽ കഴിഞ്ഞ ഇന്റർവ്യൂ ഇപ്പൊ മേഘ ഓൾറെഡി നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കട്ടെ. മേഘയ്ക്ക് ഇനി ഒരു ഇന്റർവ്യൂ കൂടെ നടത്തിയാൽ പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷെ മേഘ ആരെങ്കിലും പാർട്ടിക്കാരെ മണിയടിച്ചാണ് കയറിയെങ്കിൽ ഇനി വരുന്നതിൻ്റെ അത് പറ്റില്ല. കാര്യം ഇത് ഒറിജിനൽ സംവിധാനത്തിലാണല്ലോ കിടക്കാൻ പോകുന്നത്. അപ്പൊ പിന്നെ മേഘ കരയരുത്. മേഘ മറ്റൊരാൾ വിഷമിക്കാൻ പാടില്ല, അയ്യോ ഞങ്ങളെ കോൺഗ്രസ്സുകാർ പിരിച്ചുവിട്ടെ എന്ന് പറയരുത്. ഇത് പിണറായി സർവീസ് കമ്മീഷൻ ആക്കിയിരുന്നവര് PSC എന്ന് പറയുന്നത് പാർട്ടി സർവീസ് കമ്മീഷൻ ആയിരുന്നു. പിന്നീട് അത് പിണറായി സർവീസ് കമ്മീഷനായി മാറി. അവരുടെ പിണറായിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മാത്രം ജോലി കിട്ടുന്ന ഒരു സംവിധാനമായി. അതിനെ മാറ്റി ഒരു എന്താ പറയുന്നത് പോസിറ്റീവ് സർവീസ് കമ്മീഷൻ അതാക്കി മാറ്റാൻ UDF സർക്കാരിന്റെ ഉത്തരവാദിത്തമുണ്ട്, ചെയ്യുകയും ചെയ്യും.